ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിനകത്ത് ഇൻക്രീസിങ് ഡിക്രീസിങ്ങിനകത്ത് ലെവൽ 1 ടൈപ്പ് 3 പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് തേർഡ് ഡിഗ്രി ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? -2s³ -9s² -12x +7. നമുക്കൊരു ഫംഗ്ഷൻ തന്നേക്കുവാണ്, തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. -2s² -9x -12x +7. നമുക്കറിയാം ഇത് ഏതൊരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അവിടെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 നേരെ ഇപ്പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു -6s² വരും. കാരണം s³ ഡെറിവേറ്റീവ് 3s². ആ 3യും ഈ -2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6s² വരും. -9 × 2 18x വരും. -12x എന്ന് പറഞ്ഞാൽ -12 വരും. +7 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, -2 അങ്ങനെ തന്നെ എഴുതി. ഈ s³ ഡെറിവേറ്റീവ് എന്ത് വരും മക്കളെ? 3s² വരും. അപ്പോൾ -6s² കിട്ടി. 9 അവിടെ കോൺസ്റ്റന്റ് നിർത്തി. s² ഡെറിവേറ്റീവ് 2x, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -18x -12 ഡെറിവേറ്റീവ് -12 വരും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് വൺ, ഈ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. എഫ് ഡാഷ് എക്സ് 0 എന്ന് പറഞ്ഞാൽ -6s² -18x -12 = 0 ആയി. ഇതിനകത്ത് എല്ലാ നമ്പറും ഒരു നമ്പർ കോമൺ ആണ് അല്ലേ? ആ കോമൺ നമ്പറിനെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്തു. 6 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ -6 പുറത്തേക്ക് എടുത്തു. s² ആയി. നെഗറ്റീവ് പുറത്തെടുത്തുകൊണ്ട് ഇതിൻ്റെ -18 സൈൻ എന്താവും? പ്ലസ് ആവും. +3x ആവും. -12 സൈൻ എന്താവും? +2 ആവും. അപ്പോൾ = 0 ആയി. അപ്പോൾ നമ്മൾ ആദ്യമേ -6 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ s² വന്നു. ഇവിടെ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ +3x ആയി. കാരണം നെഗറ്റീവിൻ്റെ സൈൻ പോസിറ്റീവായി. -12 പുറത്തേക്ക് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു +2 ആയി. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ക്വാഡ്രാറ്റിക്കേഷൻ കിട്ടി. ഇനി നമുക്കറിയാം ഇത് പ്രോഡക്റ്റ് 2ഉം കിട്ടണം, സമ്മ് 3ഉം കിട്ടണം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സം എന്ന് പറയുന്നത് എന്താണ്? 3. അപ്പോൾ നമ്മുടെ നമ്പർ ഏതായിരിക്കും? പ്രോഡക്റ്റ് 2 കിട്ടണമെങ്കിൽ 1 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. 1 + 2 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ -6 ഓൾറെഡി അങ്ങനെ തന്നെ വരുന്നു. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x + 2 ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ x + 1 0. ഇനി ഇത് ഓരോന്നും 0 കൊടുക്കണം. ആദ്യത്തെ ഈ x + 2 0 കൊടുക്കുക. s + 2 0 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ നമുക്ക് -2 കിട്ടും. അടുത്ത x + 1 0 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് -1 കിട്ടും. നമുക്ക് ഇവിടുത്തെ ഇൻ്റർവെൽ കണ്ടുപിടിക്കാം. അപ്പോൾ തേർഡ് ഡിഗ്രി പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കറക്റ്റായിട്ട് കോമൺ കാണും. ആ കോമൺ ഉള്ള -6നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അങ്ങനെ വരുമ്പോൾ ഇവിടെ s² ആയി. ഇത് +3x ആയി. +2 ആയി. = 0. ഇനി നമ്മൾ ഈ ക്വാഡ്രാറ്റിക്കേഷൻ = 0 കൊടുക്കുക. അപ്പോൾ പ്രോഡക്റ്റ് 2 ആണ്, സമ്മ് 3 ആണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഏത് ഇടണം? 3 ഇടണം. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ഇടണം? 2 ഇടണം. അപ്പോൾ ഏതൊക്കെ ഈ നമ്പർ? 1 × 2 2, 1 + 2 3, 2 നമ്പർ കിട്ടും അല്ലേ? അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ്? s + 2 × x + 1 = 0 കിട്ടും. ഇനി നമ്മൾ ഇത് രണ്ടും 0 എന്ന് പറഞ്ഞാൽ എന്താ? ഓരോന്നും 0 കൊടുക്കാം അല്ലേ? അപ്പോൾ ഏത് 0 കൊടുത്തു മക്കളെ? s + 2 0 കൊടുത്തു. അപ്പോൾ എക്സിന് നമുക്കൊരു വാല്യൂ കിട്ടി -2. സെക്കൻഡ് വൺ s + 1 0 കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ ഒരു വാല്യൂ കിട്ടി, നമുക്ക് -1 കിട്ടി. ഇപ്പോൾ 2 വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് ഇൻ്റർവെൽ കണ്ടുപിടിക്കാം. ഈ നമ്പറിനകത്ത് ഏതാ ചെറുത്? -2 ആണോ -1 ആണോ? നമ്മളൊന്ന് സ്കെയിൽ വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഏതാണ്? 0 വന്നു. ഇവിടെ -1, ഇവിടെ -2. ഇങ്ങോട്ടാണ് നമ്പർ പോകണം, അങ്ങോട്ട് നമ്പർ പോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലേ? അങ്ങനെ നമ്പർ വന്ന് ഇവിടെ എവിടം വരെ വരാം? പോസിറ്റീവ് ഇൻഫിനിറ്റി വരാം. ഇങ്ങോട്ട് കൂടി എവിടം വരെ വരാം? ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റി വരും. അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് ഇൻഫിനിറ്റി വരും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്കൊന്ന് ഇൻ്റർവെൽസ് എഴുതണം. ആദ്യത്തെ ഏറ്റവും ചെറിയ നമ്പർ -2 ആണ്. അപ്പം -∞ മുതൽ -2 വരെ ഒരു ഇൻ്റർവെൽ കിട്ടും. അടുത്ത് നോക്കുക, ഈ -2 മുതൽ അടുത്ത നമ്പർ നമുക്ക് കിട്ടിയേക്കണ ഏതാണ്? -1 ആണ്. അപ്പം -2 മുതൽ -1 വരെ അടുത്ത ഇൻ്റർവെൽ വരും. ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഈ -1 മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. നമുക്ക് തേർഡ് ഡിഗ്രി പോളിനോമിയലാണെങ്കിൽ 3 ഇൻ്റർവെലാണ്. ഫോർത്ത് ഡിഗ്രി ആണെങ്കിൽ 4 ഇൻ്റർവെലാണ്. ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്താണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ഇൻ്റർവെൽസ് ആണ്.
ഇവിടെ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്ക് 3 ഇൻ്റർവെലായി -∞ ടു -2, -2 ടു -1, -1 ടു ഇൻഫിനിറ്റി. നമ്മുടെ ഇൻ്റർവെൽസ് എല്ലാം കിട്ടി. നമുക്ക് ഈ കിട്ടിയ ഇൻ്റർവെൽസ് എല്ലാം നമ്മളൊരു കോളം വരച്ചങ്ങ് എഴുതണം. അപ്പോൾ നമുക്ക് തന്നേക്കണ കോളം വരയ്ക്കാം. ആദ്യത്തെ ഫസ്റ്റ് വൺ ഇൻ്റർവെല്, രണ്ടാമത്തെ ഇൻ്റർവെൽസ് എഫ് ഡാഷ് എക്സ്, സൈൻ ഓഫ് ഫങ്ഷൻ, നേച്ചർ ഓഫ് എ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് തന്നേക്കണ വാല്യൂസ് എല്ലാം നമുക്ക് എന്താണ് ഈ എഫ് ഡാഷ് എക്സ് എല്ലാം നമ്മൾ ഇൻ്റർവെൽസ് എല്ലാം എഴുതി വെക്കണം. നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -6 എക്സ് മൈനസ് എസ് പ്ലസ് 2 എക്സ് പ്ലസ് 1 ആണ് നമുക്ക് കിട്ടിയേക്കണ വാല്യൂ. ഇനി നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് -∞ മുതൽ -2 വരെ ഉള്ളത് ഒരു വാല്യൂ, രണ്ടാമത് -2 മുതൽ -1 വരെ രണ്ടാമത്, -1 മുതൽ +∞ വരെ മൂന്നാമത്തെ ഇൻ്റർവെൽ. ഇനി ഈ തന്നേക്കണ ഇൻ്റർവെൽസ് എല്ലാം നമ്മൾ അങ്ങ് എഴുതി. ഇവിടെ നമുക്കറിയാം ഏത് ഇൻ്റർവെലിനകത്തും ഈ -6 എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് നമ്മൾ ആദ്യം തന്നെ അങ്ങ് എഴുതാം. ഈ -6ന്റെ സൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് ആദ്യം എഴുതാം. ഇനി ഇവിടെ നോക്കുക, നിങ്ങൾ ഈ -2 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ -2നും -3 വരും, -4 വരും, അങ്ങനെയാണ് ഈ +∞ വരെ. അതായത് -2 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതൊക്കെയാണ്? -3, -4, -5 എക്സെട്ര ഇങ്ങോട്ട് പോകും. ഇനി -2നും -1നും ഇടയ്ക്ക് വരുന്നത് 1.5 വരും, -1.5 വരും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 1.5 വരും. ഇനി -1 ടു +∞ വരെ 0 വരും, 1 വരും. അപ്പോൾ 0, 1 എക്സെട്ര. നമ്മൾ ഇതിനകത്ത് വരുന്ന ഏതൊക്കെ നമ്പറുകളാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഇതിനകത്തേക്ക് എഴുതണം. ഇച്ചിരി അകത്ത് എഴുതിക്കോളണം കേട്ടോ. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇതിനകത്തൊന്ന് കൊടുത്തു നോക്കണം. ഇവിടെ ആദ്യത്തെ ഫസ്റ്റ് നമ്പർ ഈസ് -3 ആണ്, ഇവിടെ കൊടുത്തു നോക്കണം. ഈ S+2ൽ നമ്മൾ ഈ -2 ഒന്ന് കൊടുത്തു നോക്കാം. S+2, S+1 ആണ് നമ്മുടെ വാല്യൂസ്. ആദ്യത്തെ വാല്യൂ -3. ആദ്യത്തെ ഒന്നാമത്തെ ഇൻ്റർവെൽ വരുമ്പോൾ ഏതാണ്? -∞ ടു -2ൽ വരുമ്പോൾ ദാറ്റ് -3 ആൻഡ് -4 ഇവിടെ കൊടുത്തു നോക്കണം. -3 കൊടുക്കുമ്പോൾ -3 + 2 ആൻസർ നെഗറ്റീവ് ആ കിട്ടുന്നത്. ദെൻ ഇവിടെ കൊടുത്തു നോക്കിയേ -3 + 1 ആൻസർ -2 ആ കിട്ടുന്നത്, -2 വരും. ദെൻ ആദ്യത്തെ അപ്പം നോക്കി, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പം ഈ ഇൻ്റർവെലിനകത്ത് ഇത് രണ്ടും എന്താണ്? നെഗറ്റീവാണ്. അപ്പം ടോട്ടൽ 3 നെഗറ്റീവ് വരുന്നതുകൊണ്ട് ഇവിടെ ടോട്ടൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടും. ഡിക്രീസിങ് ആണ്, ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇനി ഇതുപോലെ രണ്ടാമത്തെ ഇൻ്റർവെൽ എടുക്കണം നമ്മൾ. X+2ലും -2നും -1നും ഇടയ്ക്ക് എന്താ? -1.5 ആണ്. അപ്പം നോക്കുക, -1.5 + 2 വരും. അപ്പോൾ ആൻസർ ഈസ് 0.5 വരും, പോസിറ്റീവ് വരും. -1.5 + 1 വരും. അപ്പം അത് -0.5 വരും. അപ്പം ആദ്യത്തത് കിട്ടിയത് പോസിറ്റീവ്, രണ്ടാമത് കിട്ടിയത് നെഗറ്റീവ്. അപ്പം ഇതിനകത്ത് ആദ്യം കിട്ടിയത് പോസിറ്റീവ്, രണ്ടാമത് കിട്ടിയത് നെഗറ്റീവ്. അപ്പം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ടോട്ടൽ എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് വരും. അപ്പം therefore എന്ത് വരാൻ പറ്റും? ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇനി മൂന്നാമത്തെ നമ്മൾ 0യും 1ഉം കൊടുക്കണം. അപ്പം 0 + 2 കൊടുക്കുമ്പോൾ ആൻസർ ഈസ് 2 വരും, പോസിറ്റീവ് ആണ്. അടുത്ത 0 + 1 കൊടുക്കുമ്പോൾ ആൻസർ ഈസ് 1 വരും, പോസിറ്റീവ് ആണ്. അപ്പം ഇവിടെ നമ്മൾ 0യ്ക്കും 1നും ഇടയ്ക്ക് ഏത് വാല്യൂസ് കൊടുത്താലും ആൻസർ എല്ലാം എന്താണ്? പോസിറ്റീവ് വരും. അപ്പം ഇവിടെ എന്ത് വരും? ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. ടോട്ടൽ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ് വരും. അപ്പം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കും, ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പം നമ്മുടെ ഈ കോളത്തിനകത്തുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അതായത് എന്താണ്? ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും എല്ലാം ക്ലിയർ ആയി. ഇനി ഇതിൻ്റെ ഗ്രാഫോടെ വരയ്ക്കണം. ഗ്രാഫ് എന്ന് പറഞ്ഞതാണ് നമുക്ക് തന്നേക്കണ ഗ്രാഫിനകത്ത് ഇത് +∞ എഴുതി, ഇത് നമുക്ക് തന്നേക്കണ വാല്യൂ ഇവിടെ തന്നേക്കണ ഇൻ്റർവെൽ എഴുതണം. -1 എഴുതി, ഇവിടെ നമ്മൾ -2 എഴുതി, ഇവിടെ നമ്മൾ -∞ എഴുതി. ഇനി നമ്മുടെ വാല്യൂ എഴുതണ്ടോ? ഇത് നേരെ ഇങ്ങനെ. ആദ്യം നമുക്ക് കിട്ടിയത് ഡിക്രീസിങ് എഴുതി, ഈ ഇൻ്റർവെൽ ഡിക്രീസിങ്, ഡിക്രീസിങ്. രണ്ടാമത് കിട്ടിയത് ഇൻക്രീസിങ്, മൂന്നാമത് കിട്ടിയത് നമുക്ക് ഡിക്രീസിങ്. അപ്പോൾ നമ്മുടെ ഗ്രാഫും കൂടെ ആയി, ആൻസറായി.